വെൽക്കം ബാക്ക് ടു ഫുഡി ആൻഡ് ട്രാവൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. വ്യത്യസ്തമായൊരു ടേസ്റ്റിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുകയെന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 10-12 ബീൻസ് ആണ്. അതും ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു വലിയൊരു കോളിഫ്ലവറിൻ്റെ ഒരു പകുതിയോളം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി ഒരു 10-11 അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് മാത്രമാണ് ഈ ബിരിയാണിക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്. നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നൈസായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു പിടിയോളം മല്ലിയിലയും പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സോയ ചങ്ക്സ് ആണ്. ഒരു വലിയ കപ്പ് സോയ ചങ്ക്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫസ്റ്റ് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ പിടിക്കാതിരിക്കാനാണ്. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. നല്ല ഗോൾഡൻ കളർ ആവുമ്പം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്തത് ലാസ്റ്റിലേക്കാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ഇതേ പാനിൽ തന്നെ ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തതിന് ശേഷം മാത്രം മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഒരുമിച്ച് കോരി വെച്ച് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് തന്നെ ബാക്കി വന്ന ഓയിലിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് തന്നെ മതി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസൊക്കെ കടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോയ ചങ്ക്സിലൂടെ നന്നായിട്ട് ഉപ്പ് പിടിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ സോയ ചങ്ക്സിൽ ഉപ്പ് പിടിക്കാതെ വരും.
ഇനി ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. സോയ ചങ്ക്സിൽ വെള്ളം ഉണ്ടാവും, ആവശ്യമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. വെജിറ്റബിൾസ് നന്നായിട്ട് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ ബീൻസൊക്കെ കടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. കുറച്ച് സമയം വേവിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്പൂണിൽ 2 സ്പൂണ് ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വേറെ മസാല പൗഡേഴ്സ് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. എരിവിന് ആവശ്യമായി പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും പുതിനയിലയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ നമുക്ക് ഈ മസാല റെഡിയായി കിട്ടും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചും നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചോറ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യുമ്പം നെയ്യ് മാത്രമല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം 2 സ്പൂണ് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറാമ്പൂവ്, പട്ട, ഏലക്കായും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു ജ്യൂസ് ഗ്ലാസിൻ്റെ അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതേ ഗ്ലാസ് തന്നെ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും വളരെ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കഴുകി വെച്ച അരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അരി ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചോറ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അരി ആവശ്യത്തിന് വേവായതിന് ശേഷം അടുപ്പ് തുറന്ന് ചോറ് നമുക്ക് സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചോറ് നമുക്ക് കുത്തി ഉടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചോറ് ഉടഞ്ഞു പോവാതിരിക്കാനാണ് അത് സാവധാനം ഇളക്കി മാറ്റി കൊടുത്തിട്ട് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഉണ്ടാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ബാക്കി വന്ന പൊരിച്ച ഉള്ളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോറും മസാലയും ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ മതി.
ഞാൻ ഒരു ചെറിയൊരു പോട്ടിലായിരുന്നു റൈസ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വലിയൊരു ബിരിയാണി പോട്ടിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അരി മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാവധാനം മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ബിരിയാണി സെർവ് ചെയ്യുമ്പം സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പൊരിച്ച ഫ്രൈ ചെയ്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാം. ഇത് അങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.